Hi guys, welcome back to the channel Learn Easy with GC and Gobu Chandran. അപ്പോൾ നമ്മൾ RRC ഗ്രൂപ്പ് ഡിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ രണ്ട് പാർട്ടിലായിട്ട് 35 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് 36ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുൻപുള്ള പാർട്ട് 1ഉം 2ഉം കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. അതായത് ഒരു മൂലകം, ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ അവിടെ എത്ര തന്നിട്ടുണ്ട്? 13 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര ഷെൽസ് പ്രസന്റ് ആയിട്ടുണ്ടാവും? എത്ര ഷെൽസ് ഉണ്ടാവും ആ ഒരു എലമെന്റിൽ? അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ഷെൽ എന്ന് പറയുമ്പോൾ മാക്സിമം എത്ര ഉണ്ടാവും? ഫസ്റ്റ് ഷെല്ലിൽ എത്ര ഉണ്ടാവും? 2 ഇലക്ട്രോൺസ് ഉണ്ടാവും. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഉണ്ടാവും? രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം 8 ഉണ്ടാവും. മൂന്നാമത്തെ ഷെല്ലിലോ മാക്സിമം 18. ഒരു ഷെല്ലില് ജനറൽ ആയിട്ട് കാര്യം ഞാൻ പറയുന്നു കേട്ടോ. ഒരു ഷെല്ലിലെ മാക്സിമം ഇലക്ട്രോൺസ് ഇൻ എ ഷെൽ എന്ന് പറയുന്നത് ജനറൽ ഇക്വേഷൻ 2n² ആണ്. ഫസ്റ്റ് ഷെല്ലാണെങ്കിൽ n-ന് 1 കൊടുക്കുക, രണ്ടാമത്തെ ഷെല്ലാണെങ്കിൽ n-ന് 2 കൊടുക്കുക, മൂന്നാമത്തെ ഷെല്ലാണെങ്കിൽ n-ന് 3 കൊടുക്കാം. അതൊക്കെ പോട്ടെ. ഇവിടെ എത്ര ഷെൽ ഉണ്ടാവും? 2, 8. അപ്പൊ തന്നെ 10 ആയില്ലേ? ആ മൂന്നാമത്തെ ഷെല്ലില് റിമൈനിങ് 3 കൂടി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാം കൂടി നിങ്ങൾക്ക് എത്ര കിട്ടും? 13 ഇലക്ട്രോൺസ് കിട്ടും. അപ്പൊ മൊത്തം എത്ര ഷെല്ലുണ്ട്? 1, 2, 3 ഷെല്ലുണ്ട്. 3 ഷെല്ല് എന്ന് വെച്ചാൽ മൂന്നാമത്തെ പീരീഡിൽ കൂടി ആയിരിക്കും. തേർഡ് ഷെൽ മീൻസ് ഈ ഒരു എലമെന്റ് മൂന്നാമത്തെ പീരീഡ് കൂടി ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ 36ാമത്തെ ചോദ്യം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മാത്സ് ആണല്ലേ, QA. Rahman takes 10 minutes in walking a certain place and right back. അതായത് രണ്ട് സ്ഥലം എയും ബിയും, 2 പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. എന്ന് ബിയിലേക്ക് അവൻ നടന്നിട്ടാ പോകുന്നത്. ഓക്കെ, തിരിച്ചു വരുമ്പോ ബൈക്കിലെ വരുന്നെന്ന് വിചാരിക്കും. റൈഡിങ് എന്നാ പറയുന്നത്. ഓക്കെ, ബൈക്കാണെന്ന് വിചാരിക്കാം. അപ്പൊ അവൻ എത്ര സമയം പിടിക്കും? നടക്കാനും റൈഡ് ചെയ്യാനും കൂടി അവൻ എത്ര സമയം പിടിക്കുന്നുണ്ട്? 10 hours ആണ്. 10 hours, 10 മണിക്കൂർ പിടിക്കുന്നുണ്ട്. എന്ന് ബിയിലേക്ക് നടന്നു പോയി തിരിച്ച് ബിന്ന് എയിലേക്ക് വണ്ടിയിൽ വരുമ്പോ 10 മണിക്കൂർ. ഇനി എന്താ പറയുന്നത്? ഹി വുഡ് ഹാവ് ഗെയിൻഡ് 5 hours ബൈ റൈഡിങ് ബോത്ത് വേസ്. അതായത് പോകുമ്പോഴും ബൈക്കില് തിരിച്ചു വരുമ്പോഴും ബൈക്കിലാണ് വരുന്നതെന്ന് വിചാരിക്കുക. അവനൊരു 5 മണിക്കൂർ ലാഭിച്ചിട്ടുണ്ടാവും. 5 മണിക്കൂർ ലാഭിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താ? 10 മണിക്കൂർ എടുക്കേണ്ട സമയത്താണ് 5 മണിക്കൂർ എടുത്തിട്ടുണ്ടാവുള്ളൂ അല്ലേ? അപ്പൊ ഇവിടുന്ന് 2 TR ആണ് 5 മണിക്കൂർ. അപ്പോ ഒരു ഭാഗത്തേക്ക് മാത്രം അവൻ റൈഡ് ചെയ്യുകയാണെങ്കിൽ അവൻ എത്ര സമയം പിടിക്കുള്ളൂ? 2.5 മണിക്കൂറേ പിടിക്കുള്ളൂ. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും റൈഡ് ചെയ്യാൻ 5 മണിക്കൂറല്ലേ പിടിക്കുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു സൈഡ് മാത്രമേ അവൻ റൈഡ് ചെയ്യുന്നുള്ളെങ്കിൽ അവൻ എത്ര പിടിക്കുള്ളൂ? 2.5 മണിക്കൂറേ പിടിക്കുള്ളൂ. കണ്ടോ? ഇവിടെ നോക്കിയേ, നമുക്ക് അവൻ നടക്കേണ്ട ദൂരവും റൈഡ് ചെയ്യേണ്ട ദൂരം കൂടി എത്രയാ തന്നിരിക്കുന്നത്? 10 മണിക്കൂറാണ് തന്നിരിക്കുന്നത്. അപ്പൊ നടക്കുകയാണെങ്കിൽ ഒരു സൈഡിലായിട്ട് നടക്കാൻ മാത്രം അവൻ എത്ര സമയം പിടിക്കും? 10 - 2.5 7.5 മണിക്കൂർ പിടിക്കും. അപ്പൊ നമുക്ക് കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു. അവൻ നടന്നു പോവാൻ എന്ന് ബിയിലേക്ക് നടന്നാണ് പോകുന്നതെങ്കിൽ അവൻ 7.5 മണിക്കൂർ പിടിക്കും. ബൈക്കിലാണ് പോകുന്നതെങ്കിൽ 2.5 മണിക്കൂർ പിടിക്കുള്ളൂ. ഇനി എന്ന് ബിയിലേക്കും നടക്കുന്നു, തിരിച്ച് ബിന്ന് എയിലേക്ക് നടക്കുന്നു. അപ്പൊ മൊത്തം എത്ര സമയം പിടിക്കുന്ന ചോദ്യം. 2 സൈഡ് നടക്കുകയാണെങ്കിൽ എത്ര സമയം പിടിക്കും? അപ്പോ ഒരു സൈഡിക്ക് മാത്രം നടക്കുകയാണെങ്കിൽ 7.5 മണിക്കൂർ, 2 സൈഡിക്ക് നടക്കുകയാണെങ്കിൽ 2 × 7.5 15 മണിക്കൂർ പിടിക്കും. 2 × 7 എത്രയാ? 15 മണിക്കൂർ പിടിക്കും. 15 മണിക്കൂർ ഏതാ? ഓപ്ഷൻ സി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ചോദ്യം. അടുത്ത ചോദ്യം 38. വീണ്ടും ടൈം ആൻഡ് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു ഒബ്ജക്റ്റ് 16 മീറ്റർ കവർ ചെയ്യാൻ 4 സെക്കൻഡ് പിടിക്കും. 15 മീറ്റർ കവർ ചെയ്യാൻ 2 സെക്കൻഡ് പിടിക്കും. ആവറേജ് സ്പീഡ് എന്താ? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ദൂരം അല്ലെ, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ചെയ്താൽ മതി. മൊത്തം ദൂരം ബൈ മൊത്തം ടൈം ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടും. ടോട്ടൽ ദൂരം എത്രയാ? 16 ഉണ്ട്, 15 ഉണ്ട്. ടോട്ടൽ ടൈം 4 ഉണ്ട്, 2 ഉണ്ട്.
അപ്പൊ നിങ്ങൾക്ക് 31/6 എന്ന് കിട്ടും. 31/6 എന്ന് വെച്ചാൽ 5 പോയിന്റ് എത്ര വരും? 1/6 5.17 കിട്ടും. 5.17 മീറ്റർ പെർ സെക്കൻഡ്. അത് യൂണിറ്റ് തന്നെ ആദ്യം നോക്കാം. ഇവിടെ മീറ്റർ (-1) തന്നിരിക്കുന്നത്, ഇത് തെറ്റാ. ഇവിടെ സെക്കൻഡ് (-1) തന്നിരിക്കുന്നത്, ഇതും തെറ്റാ. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഉത്തരം. അതിന് നമുക്ക് എന്ത് കിട്ടി? 5.17 കിട്ടി. ഓപ്ഷൻ ബി എന്നുണ്ടാവും. ഓക്കെ, അടുത്ത ചോദ്യം 39. നല്ലൊരു ചോദ്യമാണ്, അതായത് പെർസെന്റേജ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. Suppose the cost of shoes is 20% more than that of floaters. Cost of floaters is 10% more than that of slippers. Total cost of the shoes if all of the purchased at the cost of ₹3420. അത് ഞാൻ ക്വസ്റ്റ്യൻ പറയാം. നമ്മുടെ കയ്യിൽ ഷൂസ് ഉണ്ട്, ഫ്ലോട്ടർ ഉണ്ട്, സ്ലിപ്പർ ഉണ്ട്. അങ്ങനെ ഈ 3 സാധനങ്ങൾ കയ്യിലുണ്ട്. അപ്പൊ അതിൽ സ്ലിപ്പർ നമ്മളിപ്പോ 100 രൂപ കൊടുത്താൽ വാങ്ങിയെന്ന് വിചാരിക്കാം. ഇത് നമ്മൾ 100 രൂപ കൊടുത്താൽ വാങ്ങിയെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിനേക്കാളും 10% കൂടുതലാണ് ഫ്ലോട്ടർ വാങ്ങുന്നത് എമൗണ്ട്. 100-നേക്കാളും 10% കൂടുതൽ 110 ആയിരിക്കും. ഈ 110-നേക്കാളും 20% കൂടുതലാണ് ഷൂസ്. അപ്പൊ 110-ന്റെ 20% എന്ന് വെച്ചാൽ എത്രയാ? 22 അല്ലേ? അപ്പൊ 110 + 22 എത്രയാ? 132. അപ്പൊ ഓരോന്നിന്റെ വില നമുക്ക് കിട്ടി. സ്ലിപ്പർ 100 രൂപ, ഫ്ലോട്ടർ 110, ഷൂസ് 132. അപ്പൊ ടോട്ടൽ എല്ലാം കൂടി എത്ര വരും? ടോട്ടൽ എല്ലാം കൂടി 132, 110, 100 എല്ലാം കൂടി 342 രൂപ എന്ന് വരും. അത്രയും യൂണിറ്റ്. ഈ 342 യൂണിറ്റ് ആണ് അവർ എത്ര രൂപ എന്ന് പറഞ്ഞിരിക്കുന്നത്? 3420 രൂപ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 342 യൂണിറ്റ് എന്ന് വെച്ചാൽ എത്ര? 3420 രൂപയ്ക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഷൂസ്, ഷൂസിന്റെ മാത്രം വില എന്താണെന്ന് ചോദ്യം. ഷൂസ് എന്ന് വെച്ചാൽ നമുക്ക് എത്ര കിട്ടിയത്? ഷൂസ് 132 യൂണിറ്റ് അല്ലേ? നമുക്ക് ഷൂസ് 132 യൂണിറ്റ് അല്ലേ? അപ്പൊ 132 യൂണിറ്റ് എന്ന് വെച്ചാൽ എത്രയാ? 1320 രൂപ അല്ലേ? അങ്ങനെ ഇവിടെ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് 10 രൂപ എന്നാണ് കിട്ടുന്നത്. ഒരു യൂണിറ്റ് 10 രൂപ. 132 യൂണിറ്റ് 1320 രൂപ. ഓപ്ഷൻ ബി. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 40. ഫിസിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വോൾട്ട് മീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ. വോൾട്ട് മീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എന്തിനാ? വോൾട്ടേജ് മെഷർ ചെയ്യാൻ. പക്ഷെ വോൾട്ടേജ് എന്ന് അറിയാത്തവര് പേടിക്കണ്ട കേട്ടോ. ഈ വോൾട്ടേജും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞ ഒരേ കാര്യമാണ്. വോൾട്ടേജും പൊട്ടൻഷ്യോമീറ്റർ എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഒരേ കാര്യം തന്നെയാണ്. അപ്പൊ വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്ന വേറൊരു ഡിവൈസ് കൂടി ഞാൻ പറയാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്ന വേറൊരു ഡിവൈസിന്റെ പേരാണ് പൊട്ടൻഷ്യോമീറ്റർ. പേര് പോലെ തന്നെ പൊട്ടൻഷ്യോമീറ്റർ. അപ്പൊ ചിലപ്പോൾ അവർ ചോദിക്കുന്നത് വോൾട്ടേജ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്നായിരിക്കും ചോദിക്കുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയില്ല, വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി ഡിവൈസ് വോൾട്ട് മീറ്റർ ആണ്. അതുകൂടാതെ എന്തുകൂടി ഉണ്ട്? പൊട്ടൻഷ്യോമീറ്റർ കൂടി നമ്മൾ യൂസ് ചെയ്യും. ഈ കറണ്ട് മെഷർ ചെയ്യുന്ന ഡിവൈസിന് എന്താ പേര് വിളിക്കുക? കറണ്ട് മെഷർ ചെയ്യുന്ന ഡിവൈസ് അമ്മീറ്റർ. കറണ്ട് മെഷർ ചെയ്യുന്ന ഡിവൈസിന് വിളിക്കുന്ന പേര് അമ്മീറ്റർ. മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ്, അത് മെഷർ ചെയ്യുന്ന ഡിവൈസിന് വിളിക്കുന്നത് ഫ്ലക്സ് മീറ്റർ എന്നാണ്. ഫ്ലക്സ് മീറ്റർ എന്ന് എവിടെയെങ്കിലും കാണണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണ്. പിന്നെ എയർ റെസിസ്റ്റൻസ്, അതിനു വേണ്ടി ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. എയർ റെസിസ്റ്റൻസിന് വേണ്ടി അങ്ങനെ ഉണ്ടാവും തോന്നുന്നില്ല. ഈ 3 നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. മാത്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. A 120 meter long train is moving in a direction with a speed 20 meter per second. Train B, അപ്പൊ ഇത് ട്രെയിൻ എ ആട്ടോ. ട്രെയിൻ എ എന്ന് കൂടി നോട്ട് ഉണ്ട്. ട്രെയിൻ ബിന്റെ സ്പീഡ് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എതിർദിശയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ട്രെയിൻ ഉണ്ട്, എയും ബിയും ഉണ്ട്.
എ എന്ന് പറയുന്നത് 120 മീറ്റർ ലോങ് ആണ്. ബി എന്ന് പറയുന്നത് 130 മീറ്റർ നീളമുണ്ട് ട്രെയിന്. എ സഞ്ചരിക്കുന്ന ദൂരം 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നോട്ട് ദൂരം, എ സഞ്ചരിക്കുന്ന സ്പീഡ്. ബി സഞ്ചരിക്കുന്ന സ്പീഡോ 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. രണ്ടും എതിർദിശയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവര് ക്രോസ് ചെയ്യണമെങ്കിൽ, ഓക്കെ, എയും ബിയും തമ്മിൽ പരസ്പരം ക്രോസ് ചെയ്യണമെങ്കിൽ എത്ര സമയം പിടിക്കും? രണ്ടുപേരും പരസ്പരം ക്രോസ് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ മൊത്തം എത്ര ദൂരം അവർ സഞ്ചരിക്കണം? 120 പ്ലസ് 130, മൊത്തം 250 മീറ്റർ അവർ സഞ്ചരിക്കണം പരസ്പരം ക്രോസ് ചെയ്യണമെങ്കിൽ അല്ലേ? എ ഇങ്ങോട്ടേക്കും വരും, ബി അങ്ങോട്ടേക്കും പോകുമ്പോൾ മൊത്തം ദൂരം എത്രയാ? 250 മീറ്റർ ആണ്. അപ്പൊ നമ്മൾ ടൈം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ മതി. ഡിസ്റ്റൻസ് എത്രയാ? 250. സ്പീഡ് എത്രയാ? രണ്ടുപേരും എതിർദിശയിലാണ് വരുന്നതെങ്കിൽ നമ്മൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയും. രണ്ടും കൂടി ആഡ് ചെയ്യും. 20 പ്ലസ് 30. അപ്പൊ നിങ്ങൾക്ക് 250/50 എന്ന് കിട്ടും. 5 സെക്കൻഡ് എന്ന് കിട്ടും. 5 സെക്കൻഡ്. ഓക്കെ, ഇതേ കാര്യം തന്നെ രണ്ടുപേരും ഒരേ ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും രണ്ടുപേരും ഒരേ ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ബിക്ക് എനെ ക്രോസ് ചെയ്യാൻ എത്ര സമയം പിടിക്കുന്നത് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ഒരേ ദിശയിലാണെങ്കിൽ 250/30 - 20 ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് 25 സെക്കൻഡ് എന്നാണ് കിട്ടുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എതിർദിശയിലാണ് വരുന്നതെങ്കിൽ സ്പീഡ് രണ്ടും കൂടി കൂട്ടാം. ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ സ്പീഡ് രണ്ടും കൂടി കുറയ്ക്കണം. 30 - 20 ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മുടെ ഉത്തരം 5 സെക്കൻഡ് ആണ്. ഓപ്ഷൻ. അടുത്ത ചോദ്യം. കെമിസ്ട്രിയെ ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. 52 ഗ്രാം ഹീലിയത്തിൽ എത്ര മോൾസ് ഉണ്ടാവും? ഇത് ശരിക്കും ഞാൻ ക്വസ്റ്റ്യനിൽ കണ്ടതേ 52 കിലോഗ്രാം എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത്. പക്ഷെ ഓപ്ഷനിലൊന്നും അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. അവരുദ്ദേശിച്ചത് 52 കിലോഗ്രാം അല്ല, 52 ഗ്രാം ആണ് ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യനിൽ 52 ഗ്രാം എന്ന് തന്നെ എഴുതി. അപ്പൊ 52 ഗ്രാം ഹീലിയത്തിൽ എത്ര മോൾസ് ഉണ്ടാകും എന്നാണ് ചോദ്യം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. നമ്പർ ഓഫ് മോൾസ്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യം ഞാൻ പറഞ്ഞില്ലേ, മുൻപും പറഞ്ഞു. നല്ലപോലെ പഠിക്കുക മോൾ കൺസെപ്റ്റ്. നമ്പർ ഓഫ് മോൾസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ മാസിനെ മോളിക്യുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ടോട്ടൽ മാസ് എന്ന് വെച്ചാൽ എത്ര? ഹീലിയത്തിന്റെ 52 തന്നിട്ടുണ്ട്. ഹീലിയത്തിന്റെ മോളിക്യുലർ മാസ് 4 ഗ്രാം ആണെന്ന് അറിയണം. ഹീലിയത്തിന്റെ മോളിക്യുലർ മാസ് എത്രയാ? 4 ഗ്രാം ആണെന്ന് അറിയണം. അപ്പൊ 52/4 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 13 മോൾ എന്ന് കിട്ടും. 13 മോൾ. ഓക്കെ, ക്വസ്റ്റ്യനിൽ 52 കിലോഗ്രാമാണ് ശരിക്കും കൊടുത്തിരുന്നത്. 52 കിലോഗ്രാം ആണെങ്കിൽ എത്ര മോൾസ് ഉണ്ടാവും? 52 കിലോഗ്രാം ആണെങ്കിൽ എത്ര ഉണ്ടാവും? 52 ഇൻറ്റു അതിനെ ഗ്രാമിലേക്ക് മാറ്റേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് 13,000 എന്ന് കിട്ടും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. കിലോഗ്രാമോ ഗ്രാമോ, നമ്മൾ മോളിക്കുലർ മാസ് എപ്പോഴും ഗ്രാമിലാണ് പറയുന്നത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. വീണ്ടും കെമിസ്ട്രിയിൽ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അറ്റോമിക് നമ്പർ ഓഫ് എൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നൈട്രജൻ ആണ്. നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ നൈട്രജൻ ഫാമിലി എന്നാ പറയാ അല്ലെ? ആ ഗ്രൂപ്പിനെ അതിൽ മൂന്നാമത്തെ മെമ്പർ ആരാന്നാ ചോദ്യം. ആരാന്നല്ല അറ്റോമിക് നമ്പർ. നൈട്രജൻ ആണ്, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മുത്ത് അല്ലെ? ഇതാണ് ശരിക്കും നൈട്രജൻ ഫാമിലി എന്ന് പറയുന്നത്. നൈട്രജൻ ഫാമിലി എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് ഒരു എലമെന്റ് കൂടി ഉണ്ട്, അറ്റോമിക് നമ്പർ 114 ഉള്ള ആള്. അറ്റോമിക് നമ്പർ 114 പുതിയൊരു എലമെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താന്നുള്ളത് നിങ്ങൾ ഓപ്ഷൻ കമന്റ് ചെയ്യുന്നു നോക്കാം. ശരി, അപ്പൊ ഇവിടെ നമുക്ക് ഈ എലമെന്റ് ഇതാണ് ഒന്നാമത്തെ, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ. ഈ ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എന്താണെന്നാ ചോദ്യം. അറ്റോമിക് നമ്പർ എന്താ? ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ് തന്നെ ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. അതിന്റെ കൂടെ 8 കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? രണ്ടാമത്തെ അറ്റോമിക് നമ്പർ കിട്ടും അല്ലെ? 15. അതാണ് ഫോസ്ഫറസ്. ഇതിന്റെ കൂടെ 18 കൂട്ടുകയാണെങ്കിൽ മൂന്നാമത്തെ അറ്റോമിക് നമ്പർ കിട്ടും. 15ഉം 18ഉം എത്രയാ? 33. ഇനി വീണ്ടും ഒരു 18 കൂട്ടുകയാണെങ്കിലോ നാലാമത്തെ കിട്ടും, 51 കിട്ടും അല്ലെ? അടുത്തത് എന്തായിരിക്കും? 32 കൂട്ടണം. അടുത്തത് 32 കൂട്ടിയ അവസാനത്തെ കിട്ടും അറ്റോമിക് നമ്പർ.
നൈട്രജൻ ആണ് 7. ഓക്കെ, നൈട്രജൻ 7, ഫോസ്ഫറസ് 15, ആർസനിക് 33, ആന്റിമണി 51, ബിസ്മുത്തിന്റെ എന്തായിരിക്കും 51 32 83 ആയിരിക്കും. സോ ഇവിടെ നമ്മുടെ ഉത്തരം വരുന്നത് മൂന്നാമത്തെയാണ് ചോദിക്കുന്നത്. മൂന്നാമത്തെ 33 ആണ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. ഒരു ഐറ്റം 2375 രൂപയ്ക്ക് വാങ്ങി 16% ലാഭത്തിൽ വിൽക്കുകയാണെങ്കിൽ വിറ്റ വില എന്താണെന്ന ചോദ്യം. എന്നുവെച്ചാൽ CP എന്ന് പറയുന്നത് 2375 തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് 16% തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് എന്താ എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രോഫിറ്റ് 16% എന്ന് വെച്ചാൽ എന്താ 4/25 ആണ്. 16% എന്ന് വെച്ചാൽ 4/25 എന്ന് വെച്ചാൽ CP നിങ്ങൾ 25 ആണെങ്കിൽ SP എന്തായിരിക്കും? അതിൻ്റെ കൂടെ 4 കൂട്ടിയാൽ മതി, 29 ആയിരിക്കും. ഈ 25ന്റെ സ്ഥാനത്താണ് 2375 തന്നിരിക്കുന്നത്. അപ്പൊ 29ന്റെ സ്ഥാനത്ത് എന്തായിരിക്കും? 25 × 95, 25 × 95 ആണ് 2375. അപ്പൊ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? 29 × 95 ചെയ്താൽ മതി. 29 × 95 അതായിരിക്കും നമ്മുടെ ഉത്തരം അല്ലേ? അപ്പൊ 29നെ 95നെ നമുക്ക് 100 - 5 എന്ന് എഴുതാം. അപ്പൊ 2900 നിന്ന് 29 × 5 എത്രയാ? 145 കഴിച്ചാൽ പോലെ. അപ്പൊ 5 വരും 7 2 2755 2755. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം. The distance between 2 points is covered at a speed 60 km/h on the way up and 40 km/h on the return journey. Total time 5 മണിക്കൂർ. ഞാൻ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ആദ്യം ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഒരാള് എന്ന് ബിയിലേക്ക് V1 സ്പീഡിൽ പോയി തിരിച്ച് ബിന്ന് എയിലേക്ക് V2 സ്പീഡിൽ വരികയാണെങ്കിൽ എയും ബിയും തമ്മിലുള്ള ദൂരം എന്താ? എയും ബിയും തമ്മിലുള്ള ദൂരം എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ V1 V2 by V1 plus V2 into ടൈം ചെയ്താൽ മതി. എന്ന് ബിയിലേക്ക് പോയി ഒരു സ്പീഡ്, ബിന്ന് എയിലേക്ക് വേറൊരു സ്പീഡിൽ വന്നു. അങ്ങനെയാണെങ്കിൽ എയും ബിയും അയാളും യാത്ര ചെയ്ത മൊത്തം ദൂരം അല്ല ചോദിക്കുന്നത്, എയും ബിയും തമ്മിലുള്ള ദൂരമാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? V1 V2 by V1 plus V2 into ടൈം ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? V1 60 തന്നിട്ടുണ്ട്, V2 40 തന്നിട്ടുണ്ട്, V1 plus V2 അപ്പൊ 100 കിട്ടും. ഇൻറ്റു ടൈം 5 തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 5 ഇവിടെ 20 പ്രാവശ്യം പോകും, 20 ഇവിടെ 2 പ്രാവശ്യം പോകും, 60 × 2 120 എന്ന് കിട്ടും. ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓപ്ഷൻ ബി 120 കിലോമീറ്റർ. എങ്ങനെ? V1 V2 by V1 plus V2 into ടൈം. V1 60 കൊടുക്കുക, V2 40 കൊടുക്കുക, 60 × 40 by 60 plus 40 into 5 മണിക്കൂർ. അത്രേ ഉള്ളൂ. മൊത്തം ദൂരം എത്ര, മൊത്തം അയാൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? മൊത്തം ചോദിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് 120, ഇങ്ങോട്ടേക്ക് 120, അപ്പൊ 240 വരും മൊത്തം. പക്ഷെ ഇത് ദൂരം മാത്രമേ ചോദിക്കുന്നുള്ളൂ, എയും ബിയും തമ്മിലുള്ളത്. അപ്പൊ 120. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം 46ാമത്തെ ചോദ്യം. The three sides of a triangle are 7 24 25. ഈ 7 24 25 എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ട്രിപ്ലറ്റ് ആണല്ലേ, അത് ഒരു മട്ടത്രികോണത്തിന്റെ സൈഡ്സ് ആയിരിക്കും. അതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ ABC എടുക്കുകയാണെങ്കിൽ ഇത് 24, ഇത് 7, ഈ സൈഡ് 25. ഇത് എന്തായിരിക്കും? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും. പിന്നെന്താ പറയുന്നത്? ഇതിന്റെ മിഡ് പോയിന്റ് ഒക്കെ അങ്ങോട്ട് ജോയിൻ ചെയ്തു. ഇതിന്റെ മിഡ് പോയിന്റ്സ് എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ഇതിന്റെ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്താൽ ഈ ഒരു ത്രികോണത്തിന്റെ ഏരിയ എന്തായിരിക്കും? ഇതിന്റെ മിഡ് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് കിട്ടുന്ന ത്രികോണത്തിന്റെ ഏരിയ എന്തായിരിക്കും എന്നാണ് ചോദ്യം.
മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കിട്ടുന്ന ത്രികോണത്തിന്റെ ഈ ഒരു ഏരിയ എന്തായിരിക്കും എന്നാണ് ചോദ്യം. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് മൊത്തം ഇവിടെ എത്ര ത്രികോണം ഉണ്ട്? 1 2 3 4. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾസിന്റെ മിഡ് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ എല്ലാത്തിന്റെയും ട്രയാംഗിളിന്റെ ഏരിയ സെയിം ആയിരിക്കും. എല്ലാത്തിന്റെയും കൂടി ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മൊത്തം ഏരിയ എത്രയാ? ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു ബി സി അല്ലെ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് മൊത്തം ഏരിയ. ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രം കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിനെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. 4 ട്രയാംഗിളും കൂടി ചേർന്നിട്ടുള്ള ഏരിയ ആണ് ഹാഫ് എ ബി ബി സി. അപ്പൊ ഒരെണ്ണത്തിന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഏരിയ എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു എ ബി എന്ന് വെച്ചാൽ എന്താ? 7 ഇൻറ്റു 24 എന്നിട്ട് 4 കൊണ്ട് ഹരിക്കുക. സോ ഹാഫ് ഇൻറ്റു 7 ഇൻറ്റു 6 എന്ന് കിട്ടും, ഈക്വൽ ടു 21 എന്ന് കിട്ടും. 21 ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം 47. ഒരു സീക്വൻസ് ആൻഡ് സീരീസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, റീസണിംഗ് ആണ്. 4ാമത്തെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നുള്ളതാണ്. സിമ്പിൾ ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ 3 തന്നിട്ടുണ്ട്. ഇൻറ്റു 2 ചെയ്ത 6, 3 ഇൻറ്റു 3 9. അപ്പൊ അടുത്തത് 3 ഇൻറ്റു 4 12 ആയിരിക്കും അല്ലെ? 3 കൂടി വരില്ല. 3 6 9 12. അപ്പൊ എന്തായാലും ഈ 2 ഓപ്ഷൻ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ഇനി ഇവിടെ എഫ് ഉണ്ട്, ജി ഇല്ല, എച്ച് ഇല്ല, ഐ ഇല്ല, ജെ ഉണ്ട്. കെ ഇല്ല, എം ഇല്ല, എൻ ഇല്ല. ഒന്നുകൂടി പറയാം, എഫ് ഉണ്ട്, ജി എച്ച് ഐ ഇല്ല, ജെ ഉണ്ട്, കെ എൽ എം ഇല്ല, എൻ ഉണ്ട്, ഒ പി ക്യൂ ഇല്ല, ആറുണ്ടാവും. മനസ്സിലായോ? ഒരു ഓർഡറിൽ ഒന്ന് പറഞ്ഞു നോക്കി. എഫ് ഉണ്ട്, ജി എച്ച് ഐ ഇല്ല, ജെ, കെ എൽ എം ഇല്ല, എൻ, ഒ പി ക്യൂ ഇല്ല, 6. 12R വരുന്നത് ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ എ ആണ്. വേണമെങ്കിൽ 3ാമത്തെ നമുക്കൊന്ന് അങ്ങനെ നോക്കാം. ഐ ഉണ്ട്, ജെ കെ എൽ ഇല്ല, എം ഉണ്ട്, എൻ ഒ പി ഇല്ല, ക്യൂ ഉണ്ട്, ആർ എസ് ടി ഇല്ല, യു ഉണ്ട്. അപ്പൊ അങ്ങനെയും നമുക്ക് ചെയ്യാം. സോ 12R യു ഓപ്ഷൻ എ. അടുത്ത ചോദ്യം ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സാന്ദ്രത, വെള്ളത്തിന്റെ ഡെൻസിറ്റി, സാന്ദ്രത, വാട്ടറിന്റെ ഡെൻസിറ്റി ഓഫ് വെള്ളം, വാട്ടർ എന്ന് പറയുന്നത് 1000 kg/m³ ആണ്. ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കണം കേട്ടോ നിങ്ങൾ. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരില്ല, ഇപ്രശ്നം തന്നിട്ടുണ്ട്, ചിലപ്പോൾ തരണമെന്നില്ല. ഒരു മെറ്റലിന്റെ സാന്ദ്രത 8500 kg/m³ ആണ്. അപ്പൊ അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്താ? ഈ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് മെറ്റൽ അല്ലെങ്കിൽ മെറ്റീരിയൽ ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താ? ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. തന്നിരിക്കുന്ന സാധനത്തിന്റെ സാന്ദ്രതയും വെള്ളത്തിന്റെ സാന്ദ്രതയും തമ്മിലുള്ള അനുപാതത്തിന് വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പൊ ഇവിടെ 8500 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? 1000 ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് 8.5 എന്ന് കിട്ടും. 8.5 ഓപ്ഷൻ ബി. ഓക്കെ, അങ്ങനെ നമ്മുടെ 49ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ദി സെന്റർ ഓഫ് എ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് എ സ്ഫെറിക്കൽ മിറർ. ഒരു സ്ഫെറിക്കൽ മിററിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ജനറൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ സ്ഫെറിക്കൽ മിറർ 2 ടൈപ്പ് ഉണ്ട്. കോൺവെക്സ് ഉണ്ട്, അതേപോലെ കോൺകേവ് ഉണ്ട്. കണ്ണാടി. ഇപ്പൊ ഇവിടെയാണ് സിൽവർ ചെയ്തിരിക്കുന്നെങ്കിൽ ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് കോൺകേവ് മിറർ. കോൺകേവ് മിറർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ലൈറ്റ് വന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ഭാഗം കോൺകേവ് ആയിരിക്കും. കോൺവെക്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺവെക്സ് മിറർ എന്ന് വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ കോൺവെക്സ് മിറർ. ലൈറ്റ് വന്ന് പതിക്കുന്ന ഭാഗം കോൺവെക്സ് ആയിരിക്കും. അങ്ങനെ ആലോചിക്കുക. ലൈറ്റ് വന്ന് പതിക്കുന്ന ഭാഗം എന്തായിരിക്കും? കോൺവെക്സ് ആയിരിക്കും. ഇനി അതില് ഞാൻ തൽക്കാലം കോൺകേവ് മിററിന്റെ എല്ലാം ഒരേപോലെ തന്നെ
അതിന്റെ ഈ ഒരു സ്ഫെറിക്കൽ പാർട്ടിന്റെ സെന്റർ, ഓക്കെ, ഈ ഒരു സ്ഫെറിക്കൽ പാർട്ടിന്റെ സെന്റർ, ഇതാണ് നമ്മുടെ സെന്റർ അല്ലെ, ഈ ഒരു സ്ഫെറിക്കൽ പാർട്ടിന്റെ, അതിനെ വിളിക്കുന്ന പേരാണ് പോള്. അതിനെ വിളിക്കുന്ന പേരാണ് പോള്. അതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതെന്താണെന്ന ചോദ്യം. അതിനെ നമ്മൾ പോൾ എന്നാണ് വിളിക്കുക. ബാക്കിയുള്ളത് കൂടി എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ലൈറ്റ് സമാന്തരമായിട്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന ഈ ഒരു ആക്സിസ്, പോളിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ്, പോളിലൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു ആക്സിസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രിൻസിപ്പൽ ആക്സിസ്. അതിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. പോളിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ. ഇനി ഒരു ലൈറ്റ് ഇങ്ങനെ സമാന്തര ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ലൈറ്റ് വീണമെന്ന് വിചാരിക്കും. ഇതിനെ നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് വിളിക്കും. അത് തട്ടി ഇങ്ങനെ റിഫ്ലക്റ്റ് ആവുകയാണ്. അപ്പൊ ഈ റിഫ്ലക്റ്റഡ് റേ പാസ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ്, സമാന്തരമായിട്ട് വരുന്ന ഇൻസിഡന്റ് റേ അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ഈ ഒരു പോയിന്റ്, അതിനെ വിളിക്കുന്ന പേരാണ് ഫോക്കസ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോക്കസ്. ഓക്കെ. ഇനി നമ്മൾ ഇത് ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സ്ഫെറിക്കൽ മിറർ എന്നൊക്കെ പറഞ്ഞാലേ ഇതൊരു ശരിക്കും ഒരു സ്ഫിയർ, ഗോളത്തിന്റെ ഒരു ഭാഗമല്ലേ? ഒരു സ്ഫിയറിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഈ മിറർ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫുൾ ഗോളം, ഓക്കെ, ഈ ഒരു ഫുൾ ഗോളത്തിന്റെ സെന്റർ, അതിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. ആ സ്ഫിയറിന്റെ സെന്റർ, അല്ലാതെ മിററിന്റെ സെന്റർ അല്ല. മിററിന്റെ സെന്റർ പോളാണ്. ഈ ഒരു ഗോളത്തിന്റെ സെന്ററിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. അതിനെ വിളിക്കുന്ന പേര് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കും. അപ്പൊ ഇതെന്തായിരിക്കും? പോളിൽ നിന്നും, ഇതാണ് നമ്മുടെ പോള്, ഈ പോളും സെന്ററും തമ്മിലുള്ള ദൂരമാണ് നമ്മുടെ റേഡിയസ്. ഓക്കെ, പോളും സെന്ററും തമ്മിലുള്ള ദൂരമാണ് നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത്. അതിൽ ഈ ദൂരം, പോളും ഫോക്കസും തമ്മിലുള്ള ദൂരത്തെ വിളിക്കുന്ന പേര് ഫോക്കൽ ലെങ്ത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോക്കസ് എങ്കിൽ, ഇതാണ് പോൾ എങ്കിൽ, ഈ ഒരു ദൂരത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഫോക്കൽ ലെങ്ത്. എഫ് എന്ന് ഡിനോട്ട് ചെയ്യും. എപ്പോഴും ശ്രദ്ധിക്കാട്ടോ, ഇതാണ് സെന്റർ എങ്കിൽ ഈ ദൂരമാണ് റേഡിയസ്. ഫോക്കൽ ലെങ്ത് എന്ന് വെച്ചാൽ എപ്പോഴും റേഡിയസിന്റെ പകുതിയായിരിക്കും. അത് കോൺകേവ് മിറർ ആയിക്കോട്ടെ, കോൺവെക്സ് മിറർ ആയിക്കോട്ടെ, വെദർ ഇറ്റ് ഈസ് കോൺകേവ് മിറർ ഓർ കോൺവെക്സ് മിറർ, രണ്ട് കേസിലും ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? റേഡിയസിന്റെ പകുതിയായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ മിററിൽ ശ്രദ്ധിക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് ചോദിച്ചുകൊണ്ട് ഇങ്ങനെയും എന്ത് വേണമെങ്കിലും ചോദിക്കാം. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, 50ാമത്തെ ചോദ്യം, ഈ പാർട്ടിലെ അവസാനത്തെ ചോദ്യം. ഓക്കെ, റീസണിംഗ് ആണ്. നീറ്റ് എന്ന് വെച്ചാൽ 145120 ആണെങ്കിൽ ട്രീറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? നീറ്റ് ഞാൻ ഇത് കോഡ് ഭാഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു. N എത്രാമത്തെ ലെറ്റർ? 14 ആണ്. E 5 ആണ്. കോഡ് ഭാഷ അറിയണമെങ്കിൽ ഫസ്റ്റത്തെ നോക്കിയാൽ മതി, ഫസ്റ്റത്തെ വീഡിയോ. A എന്ന് വെച്ചാൽ നമ്പർ 1 ആണ്. T എന്ന് വെച്ചാൽ 20 ആണ്. ഇതെല്ലാം കൂടിയാണ് 14 5 1 2 0 അവർ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ട്രീറ്റ് എന്ന് വെച്ചാൽ T എത്രാമത്തെ ലെറ്റർ? 20ാമത്തെ ലെറ്റർ. എങ്ങനെ 20 എന്ന് കിട്ടി ഒറ്റയടിക്കുന്നുള്ളത് ഒന്നാമത്തെ പാർട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. R എന്ന് പറയുന്നത് 18 ആണ്. E എന്ന് പറയുന്നത് 5 ആണ്. A എന്ന് പറയുന്നത് 1 ആണ്. T എന്ന് പറയുന്നത് 20 ആണ്. ഇത് നമ്മൾ ഒരുമിച്ച് എഴുതുമ്പോൾ 20 18 5 1 2 0 2018 5120 2018 5120 ഓപ്ഷൻ. ക്ലിയർ അല്ലേ? അങ്ങനെ നമ്മൾ 50 ചോദ്യം പൂർത്തീകരിച്ചിട്ടുണ്ട്. 51ാമത് ചോദ്യം മുതൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ അതുവരെ എല്ലാവർക്കും ബൈ, സി യു, ടേക്ക് കെയർ. കാണാം.